രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി വിനോദ് തുടരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വിനോദ്, ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. അവർ പറയുന്നത് ഇതിലെ അസ്വാഭാവികതയാണ്. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എന്തിനിങ്ങനെ ഒരു നാടകം എന്ന് അടക്കമുള്ള ചോദ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത്. അശ്വതി, പി.സി. വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തി അവർ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഒളിവിൽ പോയ ഒരാളല്ല. പോലീസ് നേരത്തെ തന്നെ ഈ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിളിച്ചപ്പോൾ തന്നെ കൃത്യമായി പോലീസിന് മുന്നിൽ ഹാജരായ ആളാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഈ സ്കൂൾ യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജബി മേത്തർ ഇവിടെയുണ്ട്. ഇന്ന് പുലർച്ചെയാണ് വീട്ടിൽ കയറി അറസ്റ്റ് ഉണ്ടായത്. വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പോലീസ് വിളിക്കുമ്പോഴൊക്കെ നേരിട്ട് ഹാജരാകുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ കലോത്സവത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇന്ന് പുലർച്ചെ വീട്ടിൽ കയറി അമ്മയുടെ സഹോദരിയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യണോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഭരണകൂട ഭീകരതയുടെ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണകൂട ഭീകരതയുടെ ഒരു ഉദാഹരണമാണ്. രാവിലെ 5:30 മണിക്ക് ആ അമ്മയുടെ വാക്കുകൾ ഞാൻ കേൾക്കുകയായിരുന്നു. ആ വീടിന് ചുറ്റുമുള്ള ജനലുകളിൽ മുട്ടിക്കൊണ്ട് 5:30 മണിക്ക് ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദിയെ ഒക്കെ നമ്മൾ അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പിണറായി വിജയനെ ഉറക്കം കെടുത്തുന്ന അത്രയും പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തുന്ന യുവജന നേതാവാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിലുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഇതിന്റെ മറുവശമായി വരുന്നത് പോലീസിനെ ആക്രമിച്ചു, അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ ഷീൽഡ് തല്ലിപ്പൊളിച്ചു, അക്രമാസക്തമായ ഒരു സമരമാണ് എന്ന നിലയ്ക്കാണ് മറുവശത്തു നിന്നുള്ളൊരു വാദം വരുന്നത്. അല്ല, സമരങ്ങൾ ജനാധിപത്യത്തിൽ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ, കേരള ചരിത്രത്തിൽ എത്രയധികം സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പറയാനുള്ള ഒരു ധാർമ്മിക അവകാശവും ഇന്ന് ഭരിക്കുന്നവർക്കോ CPM-നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലാണ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ നേരിടാൻ തീരുമാനിക്കുന്നതിന് വലിയ വില ഈ ഗവൺമെന്റ് നൽകേണ്ടി വരും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുൻകൂർ ജാമ്യത്തിൽ പോകുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ നേരിടാൻ തന്നെയാണോ കോൺഗ്രസ്? എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താനാണ് ഇവരുടെ ശ്രമമെങ്കിൽ അതിൽ വീഴുന്നവരല്ല, അത് കണ്ട് ഭയക്കുന്നവരല്ല. എന്തിനേയും ആർജവത്തോടെ നേരിടാൻ. കാരണം പ്രതിപക്ഷം ഉയർത്തുന്നത് ജനങ്ങളുടെ ശബ്ദമാണ്, ജനങ്ങളുടെ വികാരമാണ്. തീർച്ചയായും ഈ തരത്തിൽ തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഇതിനെ നേരിടാൻ തന്നെ, അത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വളരെ കൃത്യമാണ്. മുൻകൂർ ജാമ്യത്തിന് പോലും പോകുന്നില്ല. ഒന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത് വി.ഡി. സതീശനെയാണ്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ വരുന്ന നേതാക്കൾ, അത് MP ആവട്ടെ MLA ആകട്ടെ, ഇവരെല്ലാം ഇപ്പോൾ ആരോപിക്കുന്നത് ഇതൊരു ഭരണകൂട ഭീകരതയാണ്. പുലർച്ചെ 5:30 മണിക്ക് വീട് വളഞ്ഞ് പിടികൂടേണ്ട ആവശ്യമുണ്ടോ? സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി അക്രമാസക്തമായ സമരം, അത് നേരത്തെയും ഈ സമരങ്ങൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും നേതാവിനെ വീട് വളഞ്ഞ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും ഈ സമരത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. നവകേരള മാർച്ച് വരുന്ന വഴി കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും അടക്കം പോലീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. DYFIക്കാരും അല്ലെങ്കിൽ CPM പ്രവർത്തകരും അവരെ തടയുകയോ മർദ്ദിക്കുകയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന നില. ഏറ്റവും ഒടുവിൽ തെക്കൻ ജില്ലകളിലേക്ക് എത്തുമ്പോൾ അതൊരു ഏറ്റുമുട്ടലായി തന്നെ മാറുന്നു. വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ, പോഷക സംഘടനകളുടെ പ്രവർത്തകർ പരസ്പരം പോരടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. കരുതൽ അറസ്റ്റുകൾ, കരുതൽ തടങ്കലുകൾ, ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളെ തുടർന്നുള്ള അറസ്റ്റുകൾ, ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു കാഴ്ച നമ്മൾ നവകേരള യാത്രയിൽ കണ്ടിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായത്. അന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വി.ഡി. സതീശൻ ഉൾപ്പെടെ M. വിൻസെന്റ്, വി.ഡി. സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ തുടങ്ങി 30ഓളം പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നു. കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയും കേസെടുത്തിരുന്നു. അതിൽ 31 പേർ അറസ്റ്റിലായ, സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ ഏതാണ്ട് 18 ദിവസത്തിലധികം റിമാൻഡിൽ കഴിഞ്ഞു. PDPP ആക്ട് ഉണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസിന്റെ 3 വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ഷീൽഡുകൾ, ലാത്തികൾ, ഇതെല്ലാം നശിപ്പിച്ചു എന്നതിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുത്തിരുന്നു. ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അറസ്റ്റ് ചെയ്ത രീതിയെ സംബന്ധിച്ച് വലിയ വിമർശനമാണ് ഉയർന്നത്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് പുലർച്ചെ വീട്ടുകാരുടെ മുന്നിൽ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനവും അതുതന്നെയാണ്. ഇക്കാര്യവും രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ്. നേരത്തെ നവകേരള സദസ്സിൽ ഇത്തരത്തിൽ ബസ്സിന് മുന്നിലേക്ക്
പ്രതിഷേധവുമായി എത്തുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി അത് ശരിയല്ല എന്ന രീതി വലിയ വിമർശനമുണ്ടായിരുന്നു പോലീസിനെതിരെ. ആ നവകേരള സദസ്സ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ അതിനുശേഷവും അത് അലയടിക്കുകയുണ്ടായി. ഇപ്പോൾ അതൊന്ന് ജനങ്ങൾ അതൊന്ന് മറന്നു വരുമ്പോഴേക്ക് പുതിയൊരു സംഭവം, പോലീസ് അറസ്റ്റ് ചെയ്തതിനെയല്ല പക്ഷെ അറസ്റ്റ് ചെയ്ത രീതിയോടാണ് എതിർപ്പ്. എങ്ങനെ ഇത്തരത്തിലൊരു അറസ്റ്റ് ചെയ്യാൻ സാധിക്കും? പോലീസ് വിളിക്കുമ്പോൾ അവിടെ എത്തുന്നയാളാണ്, പോലീസിനോട് കൃത്യമായി പ്രതികരിക്കുന്നയാളാണ്, സഹകരിക്കുന്നയാളാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടൊരു രാഹുലിനെ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉയർത്തിപ്പിടിക്കില്ലേ? തീർച്ചയായും ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ മുൻകൂർ ജാമ്യവുമായി